സൈപ്രസ് കാലത്തെ പ്രണയം. കലാലയമുറ്റത്തെ സൈപ്രസ് മരങ്ങളിൽ നിന്ന് വീശുന്ന കാറ്റിന് പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയും സത്യത്തിൻ്റെയും ചതിയുടെയും കഥകൾ പറയാനുണ്ട്. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ അധ്യാപന ജീവിതകാലത്ത് സൈപ്രസ് മരങ്ങൾ കവിയോട് പറഞ്ഞത്. ശക്തി പ്രണയിനിയെ പുൽകാൻ കൊതിച്ച യുവത്വത്തിന്റെ ദേഹത്തിൽ ഇന്നലെയവ പടർന്നു കയറി. സംഗമത്തിന്റെ ദീർഘനിശ്വാസത്തിൽ ആകാശത്തു കരിമ്പനക്കെട്ടായി അമ്മയുടെ ശ്വാസകോശത്തിൽ എരിയുന്ന ഗന്ധമായി. മുല്ലപ്പൂ ചൂടാതെ പെങ്ങൾ അവസാന വണ്ടി പോയപ്പോൾ കരിക്കട്ടകൾക്കൊപ്പം ബാക്കിയായി. അവന്റെ പ്രണയത്തിൽ സൂര്യനു ചുവപ്പായിരുന്നു, നിലാവിന് പാൽക്കട്ടിയുടെ കൊഴുപ്പും. സൈപ്രസ് മരങ്ങൾക്കിടയിൽ മഴവില്ലു ചാഞ്ഞു കിടന്ന് വാടാത്ത പൂക്കളും കരിയിലകളും കെട്ടുപിണയുന്ന ഇന്നലയുടെ വഴിയിലൂടെ അവരിരുവരും നടന്നകന്നു. അകലെയൊരു വാഗ്ദത്ത ഭൂമി തേടി. കാലചക്രത്തിന്റെ വനവാസയാത്രയ്ക്കൊടുവിൽ അവൾ മാത്രം തിരിച്ചെത്തി. വാപിളർന്ന ചെങ്കടലിന് ബലി കൊടുത്ത സംതൃപ്തിയോടെ. ഇന്റർനെറ്റും ഫേസ്ബുക്കും വർണ്ണക്കടലാസുകൾ തീർത്ത ഇന്നിന്റെ വഴിയിലൂടെ ഉറച്ച ചുവടുകളുമായി. ആ കരിക്കട്ടകൾക്കൊരു കഥ പറയാനുണ്ടെങ്കിൽ അത് പ്രണയത്തിന്റെ കഥ. അവളുടെ കാലടികൾക്കൊരു കഥ പറയാനുണ്ടെങ്കിൽ അത് ചതിയുടെ കഥ. എനിക്കൊരു കഥ പറയാനുണ്ടെങ്കിൽ ഞാൻ പറയും സാക്ഷിയുടെ കഥ, അഥവാ സത്യത്തിൻ്റെ കഥ. സൈപ്രസ് കാലത്തെ പ്രണയം. കലാലയമുറ്റത്തെ സൈപ്രസ് മരങ്ങളിൽ നിന്ന് വീശുന്ന കാറ്റിന് പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയും സത്യത്തിൻ്റെയും